ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ 2-3 ടിപ്സുകൾ പറഞ്ഞുതരാം. വേണമെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ. നമുക്ക് ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കണം. അത് ഏതെങ്കിലും ഒരു ടൈമിലാണ് നിങ്ങൾ അയക്കേണ്ടതെന്ന് നിശ്ചയിക്കുക. അതിന് മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ട് മെസ്സേജിൽ എന്ത് ചെയ്യാം, നമുക്ക് ആർക്കാണോ വേണ്ടത് വെച്ചാൽ ആ നമ്പർ സെലക്ട് ചെയ്യാം. ഓക്കെ, ആ നമ്പർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് അയക്കാനുള്ളൊരു മെസ്സേജ് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. എന്നിട്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ലെറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് എപ്പോഴാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കാണെങ്കിൽ 12 മണി സെലക്ട് ചെയ്യാം, സെൻഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യും, അവർക്ക് ഈ മെസ്സേജ് സെൻഡ് ആവും. ഓക്കെ, അതുപോലെ ബാറ്ററി 100% ചാർജ് ആയിട്ടും ബാറ്ററി ലൈഫ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഐഫോൺ സെറ്റിങ്സ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടിപ്സാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ ബാറ്ററി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ചാർജിങ് എന്ന ഓപ്ഷൻ കാണിക്കും. അത് ചാർജിങ് ക്ലിക്ക് ചെയ്യുക. ചാർജിങ് ലിമിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ 95% സെറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫേസ് ഐഡി വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ആപ്ലിക്കേഷൻസ് ഐഡി ചെയ്യാനും സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഏതാണ് ആപ്ലിക്കേഷൻസ്, ആ ആപ്ലിക്കേഷൻസിൽ ലോങ് പ്രസ് ചെയ്യുക, റിക്വയർഡ് ഫേസ് ഐ ഡി. അപ്പോൾ നമുക്ക് ഫേസ് ഐ ഡി മാത്രം മതിയെങ്കിൽ റിക്വയർഡ് ഫേസ് ഐ ഡി കൊടുക്കുക. അതല്ല ആപ്ലിക്കേഷൻ ഐഡി കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈഡ് ആൻഡ് റിക്വയർഡ് ഫേസ് ഐ ഡി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതോട് കൂടിയിട്ട് ആപ്ലിക്കേഷൻസ് ഹൈഡ് ആവുന്നതാണ്. പ്ലസ് നമുക്ക് ഫേസ് ഐ ഡി കൂടെ അതിൽ ആഡ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ് ആയി കിടക്കുന്ന ആപ്ലിക്കേഷൻസ് എവിടെ ഉണ്ടാവാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ക്രീനിൽ നിന്ന് ഇടത്തോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യാം. അപ്പോൾ ലൈബ്രറി കാണും. നിങ്ങൾക്ക് ലൈബ്രറിയിൽ താഴെ ഹിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ കാണാൻ സാധിക്കും. ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. If you have any questions, drop them in the comments.